Network Award for the Best Malayalam Film goes to Feminist Fatima by Fasil Mohammad. I request the team to come on to the stage and receive the award from Honorable Chief Minister of Kerala. നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ സുധീഷ് കറിയാണ്. അദ്ദേഹം നമുക്ക് 1001 നുണകൾ എന്ന സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വക്കീൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമയുടെ പ്രൊഡ്യൂസറാണ്. നമസ്കാരം, സ്വാഗതം ശ്രീ സുധീഷ് കറിയ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലോട്ട് വരാനുണ്ടായ സാഹചര്യം? കാരണം കാനഡയിൽ എഡ്മണ്ടണിൽ ജീവിക്കുന്ന ഒരാള് കേരളത്തിൽ പോയി സിനിമ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ അത് കുറെ ആർട്ടിസ്റ്റുകളുടെ ഭാഗമായ കൂടെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ചോദിക്കുന്ന ഫെമിനിച്ചി ഫാത്തിമയെ കുറിച്ചായിരിക്കും. അതെ 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 അൾട്ടിമേറ്റ്ലി നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇതിന്റെ കാരണം, ഇത് ചെയ്യാനുള്ള നമ്മളിപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം. പിന്നെ അതിന്റെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്, 1001 നുണകൾ ഞാൻ അഭിനയിച്ച പടത്തിന്റെ സ്പോട്ട് എഡിറ്ററായിരുന്നു പുള്ളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ കഥകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. പുള്ളി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ, മീൻസ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും പ്രൊഡക്ഷൻ ഒന്നും ശരിയാവാതിരിക്കുമ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്നോട് പറയുന്നു. ഞാനത് കേട്ടിട്ട് എനിക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് നമുക്കത് ഇത് ചെയ്യണം എന്നൊരു തോട്ട് എൻ്റെ ഉള്ളിൽ വരികയും നമ്മൾ കൈ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഫെമിനിച്ചി ഫാത്തിമ ഉണ്ടാകുന്നത്. ഒരു ലിംഗസമത്വത്തെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. സാധാരണ നമ്മൾ ഫെമിനിച്ചി എന്ന് പറയുന്നത് ഡെറോഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഫെമിനിസ്റ്റുകളെ കളിയാക്കി പറയുന്ന ഒരു പദമായിട്ടാണ് ഫെമിനിച്ചിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിനൊരു പോസിറ്റീവ് വേർഷനാണ് ഇതിൽ കാണിക്കുന്നത്, അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ പ്രത്യേക എന്തെങ്കിലും കാരണമുണ്ടോ പ്രത്യേകിച്ച്? ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ഡയറക്ടർ, പുള്ളി തന്നെയാണ് തിരക്കഥാകൃത്തും കഥയും. അപ്പൊ അയാളുടെ മനസ്സിൽ ആദ്യം വന്നത് ടൈറ്റിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കഥ ആലോചിച്ചത്. അപ്പൊ അതിനെ പറ്റിയൊരു കഥ തന്നെയായിട്ട് അമയുകയും ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നത്, ഈ ഫെമിനിച്ചി എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ സിനിമയിൽ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റിനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും നമ്മളെ പടത്തിൽ കാണിച്ചിട്ടില്ല. ഫെമിനിച്ചി എന്ന് പറയുന്ന ആ മേഖല അത് വളരെ, അതായത് നമ്മൾ സംസാരിക്കപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഈ പടത്തിലൂടെ സംസാരിക്കുന്നു. അതിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന് തോന്നി. അങ്ങനെയാണ് ഇടുന്നത്. നമ്മുടെ നായികയുടെ പേര് ഫാത്തിമ എന്നാണ്. അതിൽ കൂടുതൽ അഭിനയിച്ചവർ കൂടുതലും എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം സിനിമയിൽ അധികം കാണാത്ത ആളുകളാണെന്ന് തോന്നുന്നു, അല്ലേ? കൂടുതൽ കാസ്റ്റിങ്ങും അത് എനിക്ക് തോന്നുന്നു പൊന്നാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള, അല്ലെ, കഥ അവിടെ വികസിക്കുന്ന ഒരു കഥയാണല്ലോ. അതിന്റെ കാസ്റ്റിങ്ങിലും ഒക്കെ എന്തെങ്കിലും നിർമ്മാതാവ് എന്ന നിലയിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നോ, അതോ അതെല്ലാം സംവിധായകന്റെ സ്വാതന്ത്ര്യമായിരുന്നോ? ഡിസ്കസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മെയിൻ കാസ്റ്റ് 2 പേര്. ഈ ഫാത്തിമ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത് ഷംല ഹംസ, അത് എൻ്റെ കൂടെ 1001 നുണകൾ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ കുമാർ സുനിൽ, പുള്ളി ഒരുപാട് സിനിമകളുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങൾ. പക്ഷേ ഒരു വലിയ വേഷം പുള്ളിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഇതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കാസ്റ്റിലോട്ട്, മെയിൻ കാസ്റ്റ് ലോക്ക് ചെയ്ത്. മറ്റ് സംഭവങ്ങളൊക്കെ പുള്ളി തന്നെ അവിടുന്ന് തന്നെ കണ്ടുപിടിച്ചതും അങ്ങനെയൊക്കെ തന്നെ. അത് മൊത്തം ഡയറക്ടറിന്റെ എഫർട്ട് തന്നെയാണ്, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അയാളുടെ പടമാണ്, നമ്മൾ അതിന് പൂർണ്ണ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതെന്ന് പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഈ ചിത്രം തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിരുന്നു.
അപ്പം വാർത്തകളിൽ കണ്ടു, അതായത് ധാരാളം അവാർഡുകൾ, പുരസ്കാരങ്ങളൊക്കെ വാങ്ങിച്ചു. അതിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. താങ്ക് യു. അതോടൊപ്പം അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ഏതൊക്കെ അവാർഡുകളാണ് കരസ്ഥമാക്കിയത് ഈ സിനിമ? മികച്ച ജനപ്രിയ ചിത്രം. അത് നമ്മുടെ പടം ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലായിരുന്നു. അപ്പം നമ്മൾ കമ്പറ്റ് ചെയ്തത് ഇന്റർനാഷണൽ ഫിലിംസുമായിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മികച്ച ജനപ്രിയ ചിത്രം, പിന്നെ മികച്ച ഏഷ്യൻ സിനിമ, എനിക്കത് എടുത്ത് സ്പെഷ്യൽ മെൻഷൻ 5 എണ്ണം ഉണ്ട്. അങ്ങനെ 5 കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു 29 വർഷമായി IFFK തുടങ്ങിയിട്ട്. 29 വർഷത്തെ വർഷങ്ങളുടെ ഇടയിൽ ഒരു പടത്തിന് 5 അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് തോന്നുന്നു നിർമ്മാതാവിന്റെ കുപ്പായം ആദ്യമായിട്ടായിരിക്കും അല്ലേ അണിയുന്നത്? അതെ. നടൻ എന്ന നിലയിലും ഷോർട്ട് ഫിലിം ഒക്കെ അതിനു മുമ്പ് നിർമ്മിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നിർമ്മിക്കല, ഞാൻ ബേസിക്കലി ഡയറക്റ്റ് അഭിനയിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പം ഈ സിനിമാ പ്രവർത്തകരുടെ ഇടയിലും അതുപോലെ നടന്മാരുടെ ഇടയിലും ഒക്കെയുള്ള ആ ഒരു ഇടപഴകൽ, അതിൽ നിന്ന് കിട്ടിയ അനുഭവം ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേക പാഠങ്ങൾ പഠിക്കാൻ പറ്റിയോ ഈ ഒരു സിനിമ നിർമ്മാണ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട്? അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ പടം ഞാനും തമർ എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ്. തമർ എന്ന് പറഞ്ഞാൽ 1001 ഡയറക്ടറാണ്. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ഷൻ കിട്ടും. IFFK സെലക്ഷൻ കിട്ടുക എന്ന് തന്നെ വലിയ കാര്യം. അതിനകത്ത് ഇന്റർനാഷണൽ ഫിലിം കാറ്റഗറിയിൽ സെലക്ഷൻ കിട്ടി, അതിനകത്ത് ഇത്രയും അവാർഡുകൾ വിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടിയ ഒരു സ്വീകാര്യത, അവിടെ 15,000 ഡെലിഗേറ്റ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഇന്ത്യയിൽ വേറെ ഇല്ല. അത്രയും ജനകീയമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അപ്പം ഇപ്പം ചോദിച്ചാൽ ഈ സിനിമാക്കാരുടെ ഒരു സംഭവം അത് ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ അതിലും ഒരു കിക്ക് കിട്ടുന്നത് ഈ മൂവി ലവേഴ്സ് നമുക്ക് തരുന്ന സ്നേഹമാണ്. ഇത്രയും നല്ലൊരു സിനിമയും കൊണ്ട് നമ്മൾ വന്നതിന് നമ്മളോട് അവർ കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഉള്ള ഒരു പവർ സാധനം. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, അതർ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ കമൽ സാറും സിബി മലയിൽ സാറ്, ഇവരൊക്കെ വന്ന് പടം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് സംസാരിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ, നമുക്ക് പേര് പറയാൻ പറ്റാത്ത, മീൻസ് അത്രയും സിനിമാക്കാർ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഒരു പ്രവാസി, കാനഡയിലെ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഈ ഒരു സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പോയി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിപ്പം പ്രൊഡക്ഷൻ ആണെങ്കിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആക്ടിങ്ങിലാണല്ലോ. പക്ഷേ പ്രൊഡക്ഷൻ വന്നു നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനൊരു പെയിൻ ഉണ്ട്. നമ്മളിപ്പം 2 വെള്ളത്തിൽ കാല് വെച്ച് ജീവിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കാനഡയിൽ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ കോംപ്രമൈസ് പെടുമ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇഷ്ടമുള്ള മേഖലയിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഒന്നാമത് 7 കടലിനിക്കരെ നിന്നിട്ട് 7 കടൽ കടന്ന് നമ്മുടെ അപ്പുറത്ത് പോയിട്ട് നമ്മുടെ പാഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതിലൊരു പരിധി വരെ നമ്മുടെ ഭാഗ്യവും എല്ലാം കൊണ്ടും നമ്മുടെ ശ്രമവും എല്ലാം കൊണ്ടും ഓരോന്നോരോന്നും മെല്ലെ കരക്ക് അടിഞ്ഞു വരുന്നു. അതെ, അത് ഒരു സ്ട്രഗിളാണ്. ബട്ട് ഈ സ്ട്രഗിൾ എനിക്ക് ഇഷ്ടമാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്യും. മാതാവ് എന്ന നിലയിൽ ഇനി ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ടോ? ഞാനിപ്പം അഭിനയിച്ചിരിക്കുന്ന സർക്കീട്ട് എന്ന് പറഞ്ഞ പടമാണ്. അത് താമർ KB ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയാണ് കേന്ദ്ര കഥാപാത്രം. ആസിഫ് അലിയും പിന്നെ ദിവ്യപ്രഭ, ദീപക് പറമ്പോൻ, പിന്നെ വേറൊരു ഓർഹൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഇവരാണ് മെയിൻ ലീഡ്. അപ്പം അതിലൊരു നല്ല കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിൽ പടം റിലീസാവും. അടുത്ത പ്രൊഡക്ഷൻ സംരംഭം ഉണ്ടോ? പെട്ടെന്നില്ല. കഥകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര് കഥകൾ പറയുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒരു ത്രൂ പ്രൊഡ്യൂസർ ആകാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയ ഒരാളല്ല. ഒന്നാമത് ഒരു നടനാണ്, ഉള്ളിന്റെ ഉള്ളിൽ നടൻ തന്നെയാണ്. ഉള്ളിന്റെ ഉള്ളിലല്ല, നടനാണ്. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും പുറമേയും ഒക്കെ നടനാണ്. പ്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നു അത് സാഹചര്യം കൊണ്ട് അങ്ങനെ പ്രൊഡ്യൂസറിന്റെ ഉപ്പായാണെന്നതായിരിക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ഒരൊറ്റ പടം മതി. ഇപ്പൊ നമുക്ക് പറയാം അല്ലേ, ഒരുപാട് പടം ചെയ്തു എന്നുള്ള കാര്യത്തിലല്ല. നമ്മൾ ഈ ഒരൊറ്റ പടം സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷകരുടെ പ്രശംസയും അതുപോലെ തന്നെ പുരസ്കാരങ്ങളൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷം അല്ലേ? പിന്നെ ഇനി ഇതുപോലെയുള്ള നല്ല സബ്ജക്റ്റുകൾ വന്നാൽ ഒരിക്കലും നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി ഇനി ചെയ്യില്ല എന്നൊന്നും അതിനർത്ഥമില്ല. നമ്മൾ നല്ല കഥകൾ കേൾക്കുന്നുണ്ട്. ഇനി നല്ലൊരു സബ്ജക്ട് എനിക്ക് ഇഷ്ടമായി തോന്നിയാൽ ഞാൻ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് 1001 നുണകൾ അല്ലെ? അതിനകത്ത് എന്താണ് ഈ നുണ, സത്യം, അതുപോലെ തന്നെ ജീവിതത്തിലെ ബന്ധങ്ങൾ, ഇവയുടെ ഈ ഒരു പ്രഹേളിക, അതിനെപ്പറ്റിയാണല്ലോ ആ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് വക്കീൽ എന്ന ഒരു കഥാപാത്രത്തെ വളരെ ശ്രദ്ധേയമായി
അവതരിപ്പിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ആ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ അത് അഭിനയിക്കുന്നതിലും ഉണ്ടായ അനുഭവങ്ങളെ പറ്റി ഒന്ന് ചുരുക്കമായിട്ട് പറയാം. ഞാൻ തിരഞ്ഞെടുത്തതല്ല, അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും എനിക്കില്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 5000-തോളം അവർ ഓഡിഷൻ വെച്ചിരുന്നു. അപ്പോൾ 5000-തോളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 2800 കാൻഡിഡേറ്റ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഓഡീഷൻസ് നടത്തി. അത് കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് 25-ൽ ഞാൻ ഉൾപ്പെട്ടു. ഓക്കെ, അപ്പം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ 25 പേർക്ക്, 13 പേരേ വേണ്ടു, 25 പേർക്ക് ഒരു ഓഡീഷൻ, ഫൈനലി ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ്. അതിനകത്തുനിന്ന് ഈ 13 പേരിൽ ഒരാളാവുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യക്കേടൊക്കെ അതിനനുസരിച്ചിരിക്കും. അപ്പം ഞാനടക്കം ബാക്കിയുള്ള ഒരുപാട് പേര് ഇതുപോലെ 25 പേരിൽ 13 പേരിൽ ഒരാളായി. ഏറ്റവും ശക്തമായ കഥാപാത്രം വക്കീൽ എന്ന കഥാപാത്രം എനിക്ക് ഡയറക്ടർ ഓഫർ ചെയ്തു. അങ്ങനെയാണ് വക്കീൽ എന്ന കഥാപാത്രം ചെയ്തത്. പിന്നെ അതുപോലെ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. സലീം അഹമ്മദിന്റെ അലൻസ് മീഡിയ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, സലീമൊക്കെയും. പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹാഷിക്കും സുധീഷ് ടി പി എന്ന് പറഞ്ഞ ആളുമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. നല്ലൊരു ബാനറിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു തുടക്കം, അതും ഒരു വലിയ കഥാപാത്രം ത്രൂ ഔട്ട് പ്ലേ. അതും എനിക്ക് തോന്നുന്നു 2023 ഓഗസ്റ്റിൽ പടം റിലീസായത്, കഴിഞ്ഞ വർഷം. അപ്പം 2023 ഇറങ്ങിയ പടങ്ങളിൽ ടോപ്പ് 10-ൽ നമ്മുടെ പടമുണ്ട്. എല്ലാ റിവ്യൂവേഴ്സിന്റെയും, എല്ലാ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ലീഡിങ് എല്ലാ മാഗസിനിലും, എല്ലാത്തിലും. അതിലെ ആ വക്കീലിന്റെ വേഷം അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു രംഗം ഏതായിരുന്നു, അല്ലെങ്കിൽ ഒരു അനുഭവം ഏതായിരുന്നു? അത് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വെല്ലുവിളികൾ പ്രത്യേകിച്ച് നേരിട്ട് വരുന്നോ, അതോ? അതിന് ആ കഥാപാത്രം തന്നെ വെല്ലുവിളിയാണ്. കാരണം ആ കഥാപാത്രം എവിടെയെങ്കിലും പാളിയാൽ ആ പടം മൊത്തത്തിൽ പാളും. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. തുടക്കം നമ്മൾ ചെയ്ത് പിന്നെ നമുക്കത് കിട്ടി. പിന്നെ ഒരു 24-25 ദിവസത്തെ സ്ട്രെയിറ്റ് ഷൂട്ടല്ലേ. അപ്പം നമ്മൾ പിന്നെ ഈ കൂട്ടുകാരായി അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടുകാരാണ് എന്നൊരു തോന്നലൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ആ വീട്ടിൽ വക്കീലാണ് ഞാൻ, എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവിടെ നമ്മുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ആക്ടറിൻ്റെ ഉള്ളിലോട്ട് വരും. പിന്നെ ഈസിയാണ് കാര്യങ്ങൾ, വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള രംഗമാണല്ലോ അത്താഴ് വിരുന്നല്ലേ. അപ്പം ആ ഒരു രംഗം അവതരിപ്പിക്കുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളും അല്ലെങ്കിൽ മറ്റ് നടീനടന്മാരും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പിരിമുറുക്കം ഉണ്ടായിരുന്നോ, അതോ വളരെ കൂളായിട്ട് തന്നെ അത് അഭിനയിക്കാൻ കഴിഞ്ഞു? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിന്, ഇപ്പം ഷൂട്ട് തുടങ്ങിയ ഒരു 3-4 ദിവസമാണ് എൻ്റെ പോർഷനിലോട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം അന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗം ഞാൻ റെഡി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, അവർ തുടങ്ങിയിട്ട് 4 ദിവസമായി ആലോചിക്കണം. അപ്പോൾ ദേ ആർ ഓക്കെ, ബട്ട് ഞാൻ ഓക്കെ അല്ല. അപ്പം ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നാണ് എന്നോട് പറഞ്ഞ സീനിന് വേണ്ടി. അവിടെ എത്തിയപ്പോൾ ആ സീന് മാറ്റി. അപ്പം വേറെ സീനാണ്, പുതിയ സീൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിക്കുന്ന സീൻ. അപ്പം അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പാനിക്കായി. പിന്നെ അത് ചെയ്ത് തുടങ്ങി, കുറച്ച് കുഴപ്പമില്ലാണ്ടങ്ങ് പോയി. പിന്നെ എവിടെയോ ഒരു തെറ്റ് പറ്റി. പിന്നെ ഈ ലൂപ്പിൽ കിടന്നിങ്ങനെ പെട്ടുപോകും. ഒരു വാക്കിങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തെറ്റും. അങ്ങനെ തെറ്റി എനിക്കാകെ ടെൻഷനായി. പറഞ്ഞു വിടുമെന്നൊക്കെ നമുക്കറിയില്ലോ, നമ്മൾ തുടക്കമല്ല, ഇനി പറഞ്ഞു വിട്ട് വേറെ ആളെ കയറ്റും. അങ്ങനെയുള്ള പല ടെൻഷൻ നമുക്കുണ്ടാവും. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് തന്ന് എനിക്ക്, ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്ന് പിന്നെ അത് തിരിച്ചു കിട്ടി. പിന്നെ അങ്ങോട്ട് ഒരു ഒറ്റ കയറ്റായിരുന്നു. അതെ, പക്ഷെ ആ ഒരു ടെൻഷൻ ഉള്ളതായിട്ട് ഒരു വ്യൂവറിന്റെ, ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു വളരെ കൂളായിട്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചതായിട്ടാണ് എല്ലാവരുടെയും അഭിനയം നമുക്കത് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഓരോ ചെറിയ കഥാപാത്രവും അതിനകത്തല്ലേ ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് അയാൾക്ക്, ചെറിയ കഥാപാത്രം ആണെങ്കിൽ പോലും. പിന്നെ അത് UAE-യിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്. മുഴുവൻ ദുബായ് തന്നെയായിരുന്നു. കഥ നടക്കുന്നതും എനിക്ക് തോന്നുന്നു അവിടെയാണ് തോന്നുന്നില്ല, ആ പശ്ചാത്തലമാണ്. മൊത്തം ദുബായിലായിരുന്നു ഷൂട്ട്. കൂടുതൽ നൈറ്റ് ആയിരുന്നു, ഒരു 90% പടം നൈറ്റ് ആയിരുന്നു. എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ ആ ഒരു ചിത്രീകരണ വേളയിലോ, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയത്തിന്റെ വേളയിലോ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും രസകരമായ ഒരു സന്ദർഭം? അതിലൊരു രസകരമായ കാര്യമാണ് പറഞ്ഞത്, ഞാൻ അരി വറുത്തെന്ന് പറഞ്ഞത്. അത് അന്നേരം ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ, പക്ഷെ അന്ന് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ അവിടുന്ന് അത് റിഫൈൻ ചെയ്ത് നമ്മൾ ചെയ്ത് അത് ശരിയായി വന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ അത് ഭയങ്കര ഒരു ഏതെങ്കിലും തമാശ നിറഞ്ഞ അനുഭവങ്ങൾ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിലോ, ഇതല്ലാതെ ഇതിപ്പോ അന്ന് ഒരു ടെൻഷനുള്ള സംഭവമായിരുന്നല്ലോ, സന്തോഷിച്ച ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ ഒന്നുമില്ല. സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് വർഷത്തെ ആഗ്രഹവും ശ്രമവും. ഞാൻ അയക്കാത്ത ഓഡീഷൻസ് ഇല്ല, എന്തോരം ഓഡീഷൻസ് അയക്കുന്നു. എന്നെ ആകെ വിളിച്ചത് ഈ ഓഡീഷനില്ല.
എനിക്ക് ഇങ്ങോട്ട് റിപ്ലൈ കിട്ടി, അതെനിക്ക് സെലക്ഷൻ കിട്ടി. ഇതിലും വലിയ സന്തോഷം അത്രയും വലിയ സിനിമയിൽ മലയാളത്തിലെ ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് അതൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റുക. അല്ലാതെ അതിനു മുമ്പ് ഫാസിൽ മുഹമ്മദിനെ നേരിട്ട് അറിയില്ലായിരുന്നു അല്ലേ? ഫാസിൽ മുഹമ്മദ് അല്ല പടത്തിന്റെ ഡയറക്ടർ. 1001 നുണകളുടെ ഡയറക്ടർ താമർ കെ. താമറുമായിട്ട് നേരത്തെ അറിയില്ലായിരുന്നു. ഇല്ലില്ല, ഓഡിഷൻ വഴി സെലക്ട് ചെയ്തതാണ് അല്ലേ? അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഏതെങ്കിലും സൗഹൃദം ഇപ്പൊ ഓഡിഷൻ വഴി വന്നതാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിന് മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചത്, കാരണം ഇപ്പം നിങ്ങളുടെ കോ പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം, അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു അവസരം അന്ന് കിട്ടിയത്. ആ രീതിയിലാണ് ഞാൻ നേരത്തെ അറിഞ്ഞത്. അല്ലല്ല, ഞാൻ താമറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഏതായാലും അതൊരു ജീവിതത്തിലെ ഒരു ബ്രേക്ക് ആണ് അല്ലെ, ഒരു മൈൽ സ്റ്റോൺ ആണ്. പിന്നെ ഉറപ്പായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൽ അസോസിയേറ്റ് അല്ല അതിന്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ഇപ്പം ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. അതിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ് ഷംല ഹംസ. അപ്പം എല്ലാത്തിന്റെ ഒരു തുടക്കം 1001 നുണകളാണ് എന്ന് വേണേൽ പറയാം. ഞാൻ താമറും കൂടി പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതെ. അതിനകത്ത് ഈ ഫാത്തിമ ഉണ്ടോ? അതിനകത്തുണ്ടോ? അതിനകത്ത് മുസ്ലിം കഥാപാത്രം ചെയ്തത് സൽമാൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതില് സെലക്ഷൻ കിട്ടിയപ്പം ഓ ഗോഡ് എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഓ ഗോഡ്, താങ്ക് ഗോഡ്. സിനിമയുടെ സംവിധായകൻ താമറും വെച്ചിട്ടുള്ള സുധീഷ് കറിയും കൂടിയിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് സുധീഷ് പറയാം, 2022 ഞാനും താമറും കൂടി 1001 നുണകൾ എന്ന സിനിമയെ കൊണ്ടുവന്നത്. അതിനകത്ത് ഞാൻ ഒരു ആക്ടറായിട്ടായിരുന്നു, വക്കീൽ. അപ്പൊ ഈ പടം ഞാനും താമറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അന്ന് ഇയാൾ അതിന്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. ഇന്നിപ്പം അയാൾ ഇന്റർനാഷണൽ ഡയറക്ടറായി മാറിയിരിക്കുകയാണ്. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു.